അപ്പൊ നമുക്ക് പിക്ചറിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാൻ ഈ ഒരു റൗണ്ടിൽ റിംഗ് നോട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ഫ്ലവറിനുമാണ് റിംഗ് നോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ റിംഗ് നോട്ടാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവറിന്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഞാൻ കുറച്ച് കട്ടിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ത്രെഡ് 2 മടക്കിയിട്ടാണ് ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതുപോലെ വെച്ചിട്ട് ആ ഒരു റിങ്ങിന്റെ മേലെ പിടിച്ചിട്ടാണ് ഞാൻ കണ്ടത്. ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു റിങ്ങും ഈ ഒരു നമ്മൾ ചെയ്യണ 2 സ്റ്റിച്ചും ഒരുപോലെയാണോ, ഒരേ വലിപ്പാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അടിയിൽ നിന്ന് ത്രെഡ് വലിച്ചു കൊടുക്കാൻ. ഓക്കെ, അപ്പൊ ഈ റൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു റൗണ്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഒന്നെങ്ങനെ ചെയ്ത് ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ട് ഈ വലിപ്പം കൂടിയാൽ ഈ ഒരു ത്രെഡ് ഇതുപോലെ വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഒരു റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കാം. ആ റിങ്ങിന്റെ അവിടെ, അതായത് ആ റൗണ്ട് വരുന്ന സ്ഥലത്തൊന്ന് പിടിച്ചു കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോ അത് ഒന്നിച്ചിട്ട് നമ്മൾ വലിക്കുമ്പോൾ ആ ഒരു ത്രെഡ് അങ്ങനെ ആയി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ, ഞാൻ ഈ ഒരു റൗണ്ടിന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഇതാ ഈ ഒരു റിംഗ് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫുള്ളായിട്ട് റിംഗ് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കെട്ടിട്ട് കൊടുക്കുക, അതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റൗണ്ടിൽ ചെയ്യണ മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ. ഇനി ഇത് രണ്ടും കൂടി ചെയ്യാനുണ്ട്. ഓക്കെ, ഈ റൗണ്ടിൽ ചെയ്യണതാണ് ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, എല്ലാതും ചെയ്യണത് കാണിക്കുമ്പോഴത്തേന് നമ്മുടെ വീഡിയോ നല്ലോണം ലെങ്ത് കൂടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ റൗണ്ട് മാത്രം കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത് പേൾ സ്റ്റിച്ച് ആണ്. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ 2 ത്രെഡ് ഒരുമിച്ചിട്ട് തന്നെ ചെയ്യണം. ഇത് നമുക്ക് ഒരു ത്രെഡ് ആക്കിയിട്ട് ഒരു ഒറ്റ ലെയർ ആക്കിയിട്ട് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ ഒന്ന് കട്ടിയിൽ കിട്ടുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി, ഈ ഒരു റിംഗ് നോട്ടും ഒക്കെ. ഈ പേൾ ബീഡ് നമ്മൾ എന്തായാലും പിന്നെ 2 ത്രെഡ് ഒരുമിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് കട്ടിയിൽ ആയാലാണ് ആ ഒരു പേൾ ബീഡ് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് ഞാൻ ഈ ഒരു തണ്ടിനാണ് പേൾ ബീഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു തണ്ടിനാണ് ഞാൻ പേൾ ബീഡ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ പേൾ ബീഡ് ഞാൻ പറഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കുത്തി കൊടുക്കുക. അതിന് ശേഷം ആ ഒരു കുത്തിയതിന്റെ നേരെ ഇതായിട്ട് ആ വരച്ചേമക്ക് നമ്മൾ കൊടുക്കുക. അതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ചെയ്ത സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ത്രെഡ് എടുക്കുക. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അതൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് നമ്മൾ ഇവിടെ നിന്നിട്ട്, അതായത് ഈ ഒരു ചെയ്തതിന്റെ നമ്മൾ ആ ഒരു വരച്ച വരയുടെ സെന്ററിൽ തൊട്ടടുത്ത് തന്നെ
ഞാൻ അടുപ്പിച്ചിട്ടാണ് ചെയ്യണത്, അതുകൊണ്ടാണ് കേട്ടോ അടുത്തുനിന്ന് കുത്തുന്നത്. അകലെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അകലെന്ന് കുത്താം. ഞാനിവിടെ കുറച്ച് അടുപ്പിച്ചിട്ടാണ് ചെയ്യണത്. ഇതുപോലെ കുത്തിയെടുക്കാം. ഓക്കെ, ഇതുപോലെ സൂചിനെ കുത്തിയിട്ട് ഈ ത്രെഡിന്റെ ഉള്ളിൽ കൂടെ അല്ല, ത്രെഡിന്റെ പുറത്ത് കൂടെ ഇതുപോലെ എടുത്തപ്പോൾ നമ്മൾ ഈ ഒരു ലൈന് വന്നു. ഇനി ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ഒരു ത്രെഡിനെ എടുത്തു കൊടുക്കും. ഓക്കെ, കണ്ടോ? അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ സൂചി കുത്തി പൊക്കി എടുക്കുക ചെറുതായിട്ട്. അതിന് ശേഷം അപ്പൊ നമ്മൾ ആ ഒരു ലൈന് വന്നു, അതായത് നമ്മൾ ഇങ്ങോട്ട് അരിക്ക് ഇറക്കി കൊടുക്കണ ആ ഒരു ലൈന് വന്നു. ഇനി ഈ ഒരു ത്രെഡിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയിട്ട് ഈ ഒരു ലൈനിന്റെ ഉള്ളിൽ കൂടെ എടുത്തു കൊടുക്കുക. ഇതുപോലെയാണ് നമ്മളെ പേൾ ബീഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ ഒരു ഇതിലുള്ള സ്റ്റെമ്മും ലീഫൊക്കെ ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്യണത്, ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ പേൾ സ്റ്റിച്ച്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ വലുപ്പത്തിലായിരിക്കണം ചെയ്യുക. നമ്മൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഫുള്ള് അടുപ്പിച്ച് ചെയ്യുക. അതല്ല വിട്ടിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ള് വിട്ടിട്ട് ചെയ്യാം. ഒന്ന് വിട്ടിട്ടോ ഒന്ന് അടുപ്പിച്ചിട്ടോ ആവുമ്പോൾ അത്ര നമുക്ക് പെർഫെക്ഷൻ കിട്ടിയെന്ന് വരില്ല. അതുപോലെയാണ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുനിന്ന് നമ്മൾ ഇതുപോലെ കുത്തി പൊക്കി എടുക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു ലൈന് വരും.